ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സോണിയുടെ ഒത്തിരി പഴയ ഒരു ഹോം തിയേറ്ററുണ്ട്. അതായത് സോണിയുടെ സാധാരണ എല്ലാ ഹോം തിയേറ്ററുകളും ഒന്നെങ്കിൽ സിസ്റ്റം എല്ലാം STK IC വെച്ചായിരുന്നു. STK ആണ് ഫുൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ പിന്നെ ഡി ക്ലാസ് ആംപ്ലിഫയർ ICകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഡി ക്ലാസ് എസ് മാസ്റ്റർ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സോണിയുടെ മുഴുവൻ ഹോം തിയേറ്ററുകളും ഡി ക്ലാസ് ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള ഒരു ഹോം തിയേറ്ററാണിത്. സാധാരണ നമ്മുടെ ലോക്കൽ കമ്പനികളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഐബെല്ല്, ഇംബെക്സ്, ഒനിക്സ്, മിസ്റ്റർ ലൈറ്റ്, അങ്ങനെ കുറേ കമ്പനികളുണ്ടല്ലോ. അവരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ സാധാരണ IC ഇട്ടുള്ള ഒരു ഹോം തിയേറ്ററാണ്. ഇപ്പോൾ ഇതിൻ്റെ സ്പെയറൊക്കെ നമുക്ക് വേറെ കിട്ടും. ഇപ്പോൾ സോണിയിൽ അതിൻ്റെ ഇത് ഒക്കെ കുറവാണ്, കാരണം ഇത്രയും പഴയ മോഡലാണ്. പക്ഷേ അതിപ്പോഴും ഒരു കസ്റ്റമർ കൊണ്ടുവന്നതാണ്. നമുക്കത് നന്നാക്കി എടുക്കണമെന്നൊരു പ്ലാൻ വന്നു. അപ്പോൾ ഇതാണ് സെറ്റ്. 5.1 ആണ്. ഇതിപ്പോൾ നമ്മുടെ ബാക്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ 5 സ്പീക്കറിൻ്റെ ഔട്ട്, ലൈൻ ഇന്ന്, കൊയാക്സ് ഇന്ന്, FM റേഡിയോ, എല്ലാ സംഭവങ്ങളും ഉള്ള സാധാരണ ഒരു ചൈനീസ് ആംപ്ലിഫയർ പോലത്തെ സെറ്റാണ്. ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈ കിടക്കുകയാണ്. ഇതിപ്പോൾ സ്റ്റാൻഡ് ബൈയിൽ നിന്ന് നമ്മൾ ഇവനെ റിലീസ് ചെയ്യാൻ ശരിക്കും ഇതിൻ്റെ കൂടെ കസ്റ്റമർ കൊണ്ടുവന്ന റിമോട്ട് ഇതാണ്. ഈ റിമോട്ട് തന്നെ ആയിരിക്കാം ഇതിൻ്റെ. ഈ റിമോട്ടിൽ ചില നേരം ഇത് ഓണാകാതെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ റിമോട്ട് ഇതുണ്ട്, ഇതിലിപ്പോൾ പിടിക്കുന്നില്ല. അപ്പോൾ ഈ റിമോട്ട് എന്തോ പ്രശ്നം റിമോട്ടിനുണ്ട്. ഈ ബോർഡിലെ ക്രിസ്റ്റലും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ്റ് ആയിരുന്നു, അതെല്ലാം നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ D40 വരുന്ന റിമോട്ടാണ്. D40 എന്ന് പറഞ്ഞ സോണിയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോം തിയേറ്റർ ഉണ്ട്, 5.1. അത് ഡി ക്ലാസ് ആംപ്ലിഫയർ വെച്ചുള്ളതാണ്. അതിൻ്റെ റിമോട്ടാണിത്. ഈ റിമോട്ട് ഇപ്പോൾ ഞാൻ കാണിച്ച റിമോട്ട് ഉണ്ട്, അതിന് ഇച്ചിരി വില കൂടുതലാണ്, പഴയ മോഡലായതുകൊണ്ട്. പക്ഷേ ഇതിന് അധികം വില വരാത്ത റിമോട്ടാണ്. ഇതുകൊണ്ട് ഈ റിമോട്ട് വെച്ച് നമ്മൾ നോക്കിയപ്പോൾ ഇതാണ്ട് സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇതുകൊണ്ട് എൻ്റെ ഓളിയോ ആണ് ഈ കാണിക്കുന്നത്. സെറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓളിയം താക്കുമ്പോൾ ഇത് കണ്ടോ, 27, 26, 25 ഓളിയം താക്കുന്നു. ഇനി മോഡ് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇത് FM റേഡിയോ മോഡായി. ഇത് കണ്ടില്ലേ, FMൻ്റെ ഓളിയം കേൾക്കാം നിങ്ങൾക്ക്. ഇതുണ്ടോ, FM 30 ഫുൾ ഓളിയം. 900 FM കിടപ്പുണ്ട്. ഒരു ഏരിയയിൽ കൊടുത്താൽ ചിലപ്പം പാടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ FM 900 ഉണ്ട്. അതാണ്ട് ഇപ്പോൾ നമ്മൾ ഒരു ഏരിയയിൽ ചെറിയ ചുമ്മാ വയറ് കഷ്ണം കൊടുത്തേ അത്തേക്കും ഇത് കിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളും. ഇതൊന്ന് സ്ലോ ചെയ്തെടുത്തേ, ക്ലിയർ ആണോ? ഇതതിൻ്റെ മോഡൽ നമ്പർ. FM കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാസ് മാത്രമുണ്ട്, സ്പീക്കർ കൊടുക്കാത്തതുകൊണ്ടാണത്. ഓക്കെ, അപ്പോൾ സെറ്റ് നമ്മൾ സർവീസ് ചെയ്തതാണ്. അതിൻ്റെ ക്രിസ്റ്റൽ കംപ്ലൈൻ്റ് ആയിരുന്നു, 400G. അത് മാറിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ICക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, അതും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. IC നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് സെറ്റ് നമ്മൾ മുറുക്കുകയാണ്. അതിൻ്റെ ഫ്രണ്ട് പാനലിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിൽ ആംപ്ലിഫയർ സെക്ഷനിലൊന്നും കുഴപ്പമില്ലായിരുന്നു, അതെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഫ്രണ്ട് പാനൽ കറക്റ്റ് ചെയ്ത് പിന്നെ അതിൻ്റെ ഇതും പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് സെൻസറും പിന്നെ ഈ പഴക്കം കൊണ്ടേ കുറച്ച് തുരുമ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സെൻസറും നമ്മൾ മാറ്റി വിട്ടിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ബോർഡും കാര്യങ്ങളും ഞാൻ നേരത്തെ ഒരു വീഡിയോ ഒരു ഷോർട്ടായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ബോർഡ് കാണേണ്ടവർക്ക് അത് കാണാം. അത് നമുക്കിവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ബോർഡ് സെറ്റ് ചെയ്ത് ആ സെറ്റ് പാക്ക് ചെയ്യുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാം പാക്ക് ചെയ്ത് നമുക്ക് റിമോട്ടെല്ലാം ഉണ്ട്, ഓളിയോ എല്ലാം ഞാൻ കൂട്ടി നോക്കുകയാണ്. ഓളിയം കൂടുന്നുണ്ട്, ഓളിയം കുറയുന്നുണ്ട്, മോഡുകളെല്ലാം മാറുന്നുണ്ട്. അവിടെ ഒരു ഡിജിറ്റൽ ഇതുമുണ്ട്, അതിലാണ് ഈ റേഡിയോയുടെ ഇതും ഫ്രീക്വൻസി എല്ലാം കാണിക്കുന്നത്. മറ്റേ സെലക്ഷനുള്ളത് ഓരോ LED വെച്ചിരിക്കുകയാണ്. അങ്ങനെ LED വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സെറ്റിൻ്റെ മോഡൽ നമ്പറും കാര്യം. SAW ID7 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അപ്പം സെറ്റ് ഓക്കെ ആയിട്ടുണ്ട്, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. കൈ നോക്കി താഴ്ത്തു.